നമസ്കാരം. PSC റവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാത്സ് ആണ്. അപ്പോൾ നമ്മുടെ PSC പരീക്ഷ ഏതും ആയിക്കോട്ടെ, മാത്സ് 10 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പ്രിലിംസ് പരീക്ഷയാണെങ്കിൽ 20 മാർക്ക് വരെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ 10ൽ 10 നമുക്ക് നേടാൻ പറ്റുന്ന നല്ലൊരു ഭാഗം കൂടിയാണ് ഈ ഒരു മാത്സിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പം മറ്റുള്ള എക്സാം പോലെ ഇപ്പോൾ SSC എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ RRB, അതുപോലെ തന്നെ ബാങ്ക് എക്സാം, അതിലുള്ള മാത്സ് ഒക്കെ അത്യാവശ്യം ടൈറ്റ് മാത്സ് ആണ് ഉണ്ടാവാറില്ലേ. അപ്പം അത്രയ്ക്കും നമുക്ക് ഇതിൽ മെനക്കെടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് ഷുവറായിട്ട് നമുക്ക് നേടാനായിട്ട് പറ്റും. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10ൽ 10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നേടാൻ പറ്റും. വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ്. ഇപ്പോൾ നമുക്ക് GK ഒക്കെ ആണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, എന്നാൽ തന്നെ പല പഠിച്ച കാര്യങ്ങളും എന്ത് ചെയ്യാറില്ല, പരീക്ഷയ്ക്ക് ചോദിക്കാറുമില്ല അല്ലേ. പക്ഷെ മാത്സിന്റെ പ്രത്യേകത എന്താണ്, ഓരോ പോർഷൻസും ഇവിടെ കൊടുത്തിരിക്കുന്ന സിലബസിലെ ഓരോ പോർഷൻസും കൃത്യമായിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ 10ൽ 10 മാർക്ക് നമുക്ക് ഷുവറായിട്ട് നേടാൻ പറ്റും. നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോർഷൻസും കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ 2021 മുതൽ 25 വരെ നടന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാത്സ് പക്കയായിരിക്കും. ഓക്കെ, പിന്നെ അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. 10ൽ 10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേടിക്കാൻ പറ്റും. ഒരുവിധം എല്ലാ ആൾക്കാരും മാത്സിലാണ് നന്നായിട്ട് സ്കോർ ചെയ്യാറ്. മാത്സിൽ വീക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യും, മാത്സ് പേടിച്ചിട്ട് അധികം ചെയ്യാതിരിക്കും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ 10ൽ 10 നേടാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പോർഷനായ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നൊരു ഭാഗമാണ് നോക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് റൂൾ ആയിട്ടുള്ള ബോർഡ് മാത്സ് റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പലപ്പോഴും പരീക്ഷയിൽ കാണാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ ആ റൂളൊന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും ഉത്തരം തെറ്റാറുണ്ട്. അതുപോലെ നമ്മുടെ ചെറിയ അശ്രദ്ധ കാരണവും ഈ ഒരു ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് അതിൻ്റെ മോഡൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവാറെന്ന്. ഇപ്പോൾ സപ്പോസ് 2 + 5 × 10 ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഒരു 2 + 5 ഹരിക്കണം 8 × 2 ഇങ്ങനെ നീണ്ടു പോകാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ പൊതുവെ ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നൊക്കെ വിചാരിക്കില്ലേ, ഒക്കെ ചെറിയ സംഖ്യകളാണ്, പ്ലസും മൈനസും ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പല ആൾക്കാരും ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും അല്ലേ, ആദ്യം മുതൽ അങ്ങ് ചെയ്തു പോകും അല്ലേ. 2 + 5 7, 7 × 10 എന്നൊക്കെ വെച്ചിട്ട് അങ്ങ് ചെയ്തു പോകും. പക്ഷെ എന്താണ്, അത് വളരെ പൊട്ട തെറ്റാണ്. ഇത് കൃത്യമായിട്ടുള്ള റൂൾ അനുസരിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു റൂളാണ് എന്ത്, ബോർഡ് മാത്സ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോർഡ് മാത്സ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം. അതിൽ ആദ്യം തന്നെ വി ബോർഡ് മാത്സ് എന്നാണ് പറയാറുള്ളത്. കാരണം എന്താണ്, വി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, വെങ്കുലമാണ്. ഓക്കെ, വെങ്കുലമാണ് വി എന്ന് പറയുന്നത്. വെങ്കുലം എന്ന് പറഞ്ഞാൽ എന്താണ് പല ഇപ്പം നമ്പേഴ്സിന്റെ മുകളിൽ ഇതുപോലൊരു വര കാണാം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു വര കാണാം, ഇങ്ങനെ ഒരു വര കാണാം. ആ നമ്പേഴ്സിന്റെ നേരെ മുകളിലായിട്ട് എന്ത് ചെയ്യും, ഒരു വര കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ ഒരു ഭാഗമാണ്. ഓക്കെ, അതാണ് നമ്മൾ ആ വി ബോർഡ് മാത്സ് എന്നുള്ള റൂള് കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് തരുന്നത്. അപ്പൊ വി എന്ന് പറഞ്ഞ വിങ്കുലമാണ്. അതായത് ഏതെങ്കിലും നമ്പേഴ്സിന്റെ മുകളിൽ ഇതുപോലൊരു വര കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു ഭാഗമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം 2 + 5 ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെ വിങ്കുലം ഉണ്ടോ നോക്കുക. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് 5 × 10. ഓക്കെ, ഈ 5 × 10 50 ഇവിടെ എഴുതി വെക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഓർഡറിൽ പഠിച്ചു പോകേണ്ടത്. അപ്പൊ വിങ്കുലം കഴിഞ്ഞാൽ അടുത്തത് എന്താ നോക്കേണ്ടത്, ബ്രാക്കറ്റ് ആണ്. ഓക്കെ, വി കഴിഞ്ഞാൽ വിങ്കുലം വി കഴിഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും ബ്രാക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള കാര്യം എന്ത് ചെയ്യണം, അടുത്തതായിട്ട് ചെയ്യണം ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണ്, 2 + 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, 2 + 5 7 ആണല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ചെയ്തു വെക്കണം. ഈ ഒരു വിങ്കുലം ഉണ്ടോ നോക്കിയിട്ട് അത് ചെയ്ത ശേഷം പിന്നെ ചെയ്യേണ്ടത് നേരെ ബ്രാക്കറ്റിലുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താണ്, ഓ ആണ് ബോർഡ് മാത്സിൽ അടുത്ത എന്താണ്, ഓ ആണ്. ഓ എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ഓഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ചില ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ 2 + 5 10 അങ്ങനെയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കും ഓഫ് 2 എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഓഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, അതെന്താണ്, ഗുണനമാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ 2 ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഗുണനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം.
ഓക്കെ, അപ്പോൾ വിങ്കുലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അതിനുശേഷം എവിടെയെങ്കിലും ഓഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ആണ് അല്ലേ, അതായത് ഹരണമാണ്. അപ്പൊ നമ്മൾ വിങ്കുലം കഴിഞ്ഞ് ബ്രാക്കറ്റ് കഴിഞ്ഞ് ഓഫ് എന്ന ഭാഗം നോക്കി അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത ശേഷം പിന്നീടാണ് ഹരണം വരുന്നത്. അപ്പൊ ഇനി എവിടെയെങ്കിലും ഹരണം ഉണ്ടോ നോക്കണം. ഇവിടൊക്കെ ഹരണം ഉണ്ടല്ലേ, പിന്നെ ചെയ്യേണ്ടത് ഏതാണ്, ഹരണവുമായി ബന്ധപ്പെട്ട ക്രിയയാണ്. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണനമാണല്ലേ. അപ്പൊ ഡിവിഷൻ ഹരണം കഴിഞ്ഞ ശേഷമാണ് ഗുണനം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് എന്ത്, അഡിഷൻ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് സബ്ട്രാക്ഷൻ അല്ലേ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറയ്ക്കുക. അപ്പൊ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം എന്താണല്ലേ ഇവിടെ വരുന്നത്, ഹരണം അല്ലേ. ഹരണം ചെയ്ത ശേഷമാണ് ഗുണനം ചെയ്യേണ്ടത്, പിന്നെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്, ലാസ്റ്റ് ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ക്ലിയർ ആവണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്, 25 × 2 മൈനസ് 12 ഹരിക്കണം 3 അല്ലേ. ഇതെന്തിലാണ്, ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ, പ്ലസ് 10. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ അങ്ങ് അല്ലേ വി ബോർഡ് മാത്സ് എന്ന് അങ്ങ് എഴുതി വെക്കാം. എഴുതുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെച്ചേക്കാം. ശേഷം നമ്മൾ വേഗം നോക്കുക, എന്താണ് വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ വിങ്കുലമാണ്. അതായത് ഏതെങ്കിലും സംഖ്യയുടെ മുകളിൽ എന്തുണ്ടോ നോക്കണം, വരയുണ്ടോ നോക്കണം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഖ്യയുടെ മുകളിലും വര കാണുന്നില്ല, അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താണ്, ബ്രാക്കറ്റ് ആണല്ലേ. അപ്പൊ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക, അതാ കിടക്കുന്നു ബ്രാക്കറ്റ് അല്ലേ. 12 ഹരിക്കണം 3 എന്നുള്ളത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അത് ആദ്യം ചെയ്യണം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ അങ്ങ് താഴത്തോട്ടേക്ക് ഇട്ട് വെച്ചേക്കുക. 25 × 2 മൈനസ്, ഇവിടെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താ, 12 ഹരിക്കണം 3 ആണ്. 12 ഹരിക്കണം 3 എത്രയാണ് അല്ലേ, 4 ആണ് അല്ലേ. 4 3 12 അല്ലേ. അപ്പൊ 12നെ 3 ഇട്ട് ഹരിച്ചാൽ എന്താ ആൻസർ, 4 ആണല്ലേ. അപ്പൊ ഈ ബ്രാക്കറ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നേരെ 4ന് ഇങ്ങ് താഴത്തോട്ട് ഇടാം. ശേഷം ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങ് എടുക്കാം അല്ലേ, പ്ലസ് 10. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമ്മൾ എന്ത് കഴിഞ്ഞു, ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, ഓ ആണല്ലേ. ഓ എന്ന് പറഞ്ഞാൽ എന്താ, ഓഫ് ആണ്. എവിടെയെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഓഫ് എന്ന് എവിടെയെങ്കിലും എഴുതി കാണുന്നുണ്ടോ, ഇല്ല അല്ലേ. ഓഫ് എന്നൊരു ഭാഗം എവിടെ എഴുതി കാണുന്നില്ല, അപ്പൊ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താണ്, ഡിവിഷൻ അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഷൻ ആണ്, അതായത് ഹരണമാണ്. ഹരണം എവിടെയെങ്കിലും ഉണ്ടോ. അപ്പൊ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇതൊന്നൊക്കെ നമ്മൾ ചെറുതാക്കിയിട്ടാണ് ഈ സ്റ്റെപ്പിലോട്ട് വന്നത്. ഇനിയൊക്കെ ഇതിലാണ് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഹരണം ഉണ്ടോ, ഇല്ല അല്ലേ. ഹരണം ഇവിടെ എവിടെയും കൊടുത്തിട്ടില്ല. ഇവിടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഹരണത്തിലാണ്, പക്ഷെ അതെന്താണ് ബ്രാക്കറ്റിലും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ ഹരണം ഇല്ല. അപ്പൊ ഇനി ഇതിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിലെവിടെയെങ്കിലും ഹരണം വരുന്നുണ്ടോ, ഇല്ലല്ലേ. അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ, ഗുണനമാണ്. ഇവിടെ എവിടെയെങ്കിലും ഗുണനം വരുന്നുണ്ടോ, ഗുണനം വരുന്നുണ്ടല്ലേ. 25 × 2 ഗുണനമാണ്. അപ്പൊ 25 × 2 എത്രയാണ് അല്ലെ, 25 ഗുണിക്കണം 2 എത്രയാ, 50 ആണല്ലേ. അപ്പൊ അത് നമ്മൾ ചെയ്ത് വെക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ അങ്ങ് താഴത്തോട്ടേക്ക് ഇടുന്നു. -4 + 10. ക്ലിയർ അല്ലേ. അടുത്തത് എന്താണ്, ഗുണനം കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, അഡിഷൻ ആണല്ലേ, അതായത് കൂട്ടുകയാണ്, അഡിഷൻ ആണ്. അപ്പൊ ഇവിടെ കൂട്ടുന്ന ചിഹ്നം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, ദേ കിടക്കുന്നു അല്ലേ, ലാസ്റ്റ് വെച്ചിട്ട് -4 + 10 അല്ലേ. അപ്പൊ ഇങ്ങനെ അല്ലെ, ഇങ്ങനത്തെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം, കുറച്ച് മാറ്റിയിട്ട് തന്നെ എഴുതാൻ, ചിലപ്പം തെറ്റാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മാറ്റിയിട്ട് -4 + 10 എന്ന് എഴുതുക. ഓക്കെ, അതായത് നമുക്കിവിടെ കൂട്ടാനുള്ളത് ഏതാണ്, ഈ 4നെയും 10നെയും തമ്മിലാണ് കൂട്ടാനുള്ളത്. ഇവിടെ 10ന്റെ അവിടെ പ്ലസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ 4ന്റെ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഇവിടെ പ്ലസ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അല്ലേ, പെട്ടെന്ന് അങ്ങ് 10 4 കൂട്ടി 14 കിട്ടും. പക്ഷെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സംഖ്യ എന്ന് പറയുന്നത് മൈനസിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വേഗം ഒന്നങ്ങ് മാറ്റി എഴുതാം. ശേഷം ഈ രണ്ട് സംഖ്യകൾ എങ്ങനെയാ കൂട്ടുക, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ അല്ലെ, മൈനസും പ്ലസും കൂടി വന്നു കഴിഞ്ഞാൽ ഇവയെ എങ്ങനെ പരസ്പരം കൂട്ടുക, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കണം അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇപ്പൊ ഒരുപാട് ആയതുകൊണ്ട് പല ആൾക്കാരും മറന്നിട്ടുണ്ടാവും അല്ലേ. ഒന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. എന്താണ് വലിയ സംഖ്യ ഏതാണ്, 10 ആണ്. 10ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ, 6 ആണല്ലേ. ഈ 6ന്റെ 6 കൊടുക്കുന്നു. ശേഷം എന്താ, ചിഹ്നം കൊടുക്കണം അല്ലേ. ചിഹ്നം ഏതാണ് വരേണ്ടത്, 10ന്റെ ചിഹ്നം അല്ലേ കൊടുക്കേണ്ടത്. ഇതിൽ വലിയ സംഖ്യ 10 അല്ലേ, അപ്പൊ 10ന്റെ ചിഹ്നം എന്താ, പ്ലസ് ആണ്. നമുക്ക് പ്ലസ് എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് വരുന്ന കേസിൽ മാത്രമാണ് നമ്മൾ മൈനസ് എന്ന് പ്രത്യേകം എഴുതാറ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ ഇവിടെ 6 കിട്ടി. അത് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇവിടെയുള്ള 50ന് ഒരു മാറ്റം ഇല്ലേ, 50 അതേപോലെ കൊടുക്കുക. ഇത് രണ്ടുമല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ എന്തായി, +6 ആയി.
ക്ലിയർ അല്ലേ? ഈ മൈനസ് ഒക്കെ മാറിട്ടോ, അതായത് -4 + 10 നമ്മൾ ചെയ്തത്. അപ്പൊ എത്ര കിട്ടിയത്? ആൻസർ 6 ആണ്. അപ്പൊ 50 + 6 ആയി. നമ്മുടെ ഉത്തരം എന്തായി? 56 ആയി. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 ഇൻറ്റു ബ്രാക്കറ്റിൽ 13 + 2 ഹരിക്കണം 3 - 9. ഓക്കെ, നമ്മൾ വേഗം എന്ത് ചെയ്തു? വി ബോർഡ് മാത്സ് അങ്ങ് പെട്ടെന്ന് തന്നെ എഴുതി വെച്ചു. നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ അറിയാത്ത ആൾക്കാർ ആദ്യമൊക്കെ ഇത് എഴുതി വെക്കുന്നത് നല്ലത് കേട്ടോ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യും? കാണാപ്പാടാവും. പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് നോക്കി പോകാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണല്ലേ, എന്തൊക്കെ ഇതിനെ കുറിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനെ എഴുതി വെച്ച് പോവാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കണോണ്ട് അല്ലേ? ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം തന്നെ അല്ലേ വിങ്കുലം ഉണ്ടോ നോക്കണം. അതായത് ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ മുകളിൽ അല്ലെ നമ്പേഴ്സിന്റെ മുകളിൽ വര വന്നിട്ടുണ്ടോന്ന്. ഇവിടെ എവിടെ ഒരു വരയും കാണുന്നില്ല അല്ലേ? അപ്പൊ നമുക്കത് ചെയ്യണ്ട. അടുത്തത് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലേ. 13 + 2 എന്ന് പറയുന്നത് എന്തിന്റെ ഉള്ളിലാ? ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് ആദ്യം ചെയ്യണം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ അങ്ങ് എടുത്തിടാം. 3 ഇൻറ്റു 13 + 2 എത്രയാ? 15 അല്ലേ? 13നോട് 2 കൂട്ടിയാൽ എത്ര കിട്ടുക? 15 ആണല്ലേ? ശേഷം നമ്മുടെ ബ്രാക്കറ്റ് ഒക്കെ പോയി ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ അങ്ങ് താഴത്തോട്ട് ഇടുക. ഹരിക്കണം 3 - 9. ഓക്കെ, അടുത്തത് എന്താണ്? ഓഫ് അല്ലേ? നമുക്ക് ബ്രാക്കറ്റ് കഴിഞ്ഞു. അടുത്തത് എന്താ? ഓഫ് ഉണ്ടോ നോക്കണം. ഇവിടെ എവിടെയും ഓഫിനെ കാണാനില്ല. അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ആരാണ്? ഡിവിഷൻ ആണ്, ഹരണമാണ്. ഹരണം എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. 15 ഹരിക്കണം 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ചെയ്യണം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഒന്നും ചെയ്യണ്ട, നേരെ ഇങ്ങ് താഴത്തോട്ട് ഇടുക. അപ്പൊ പല ആൾക്കാരും സ്പീഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അല്ലേ? പെട്ടെന്ന് അങ്ങ് നോക്കുമ്പോൾ 3 × 15 വിധം അങ്ങ് ചെയ്യാൻ നോക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി പോയില്ലേ? അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റ് ഓർഡറിൽ പോവുക. ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് അതുമായി ബന്ധപ്പെട്ട ക്രിയ ചെയ്യുക. ഇല്ലെങ്കിൽ അടുത്തത് ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണത്തിന്റെയാണ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഗുണനം ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് പരീക്ഷ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തു പോകും. പക്ഷെ ആൻസർ വരുമ്പോൾ എന്ത് ചെയ്യും? തെറ്റും അല്ലേ? അങ്ങനെ ഒരു മാർക്ക്, വളരെ സിമ്പിളായിട്ട് കിട്ടേണ്ട ഒരു മാർക്ക് അവിടെ പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്തു പോവുക. അപ്പൊ നമുക്ക് എന്താണല്ലേ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ? 15 ഹരിക്കണം 3 അല്ലേ? 15നെ 3 ഇട്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? അറിയാത്ത ആൾക്കാർക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. 15/3 എന്ന് പറഞ്ഞാൽ എന്താ? 3നെ വിട്ടല്ലേ? എത്ര? 5 പ്രാവശ്യം പോവില്ലേ 3ല്? അപ്പൊ എന്താണ് ആൻസർ? 5. ദെൻ -9 അല്ലേ? ഇത് ഇതേപോലെ എടുത്തിടാം. അപ്പൊ നമ്മൾ ഡിവിഷൻ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ? അതായത് ഗുണനമാണ്. ഇനി ഇവിടെ ഗുണനം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആദ്യം തന്നെ ഇവിടെ എന്താണ്? ഗുണനാണ് കൊടുത്തിട്ടുള്ളത്. 3 × 5 എത്രയാ? 15. ശേഷം ബാക്കിയുള്ള -9നെ താഴത്ത് അതേപോലെ അങ്ങ് ഇട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്കല്ലേ 15ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ വരുന്നത്? 15ൽ നിന്ന് നമുക്ക് സിമ്പിൾ അല്ലേ അല്ലേ? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ അങ്ങ് കുറച്ചാൽ മതി. എന്താണ്? 15ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ വരിക? 6 അല്ലേ വരിക അല്ലേ? 6 അല്ലേ വരിക അല്ലേ? 15ൽ നിന്ന് 9 പോയാൽ 6. നമ്മുടെ ഉത്തരം എത്രയായി? 6. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 100 ഹരിക്കണം 5 ഓഫ് 10 + 4 - 5 × 6 ഹരിക്കണം 3. ഓക്കെ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അല്ലേ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഓഫോ അതൊക്കെ എന്താ ഇതിൻ്റെ ഇടയിൽ വന്നെന്ന് വെച്ചിട്ട് അതൊന്നും ചെയ്യാതെ അവർക്ക് തോന്നിയ ക്രിയകളൊക്കെ അങ്ങ് ചെയ്തു പോവുക ചെയ്യാറ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ കണ്ട അപ്പം തന്നെ വേഗം അങ്ങ് എന്ത് ചെയ്യുക? വി ബോർഡ് മാത്സ് അങ്ങോട്ട് എഴുതി വെക്കുക. ശേഷം വിങ്കുലം നോക്കും. എവിടെയും വിങ്കുലം കാണാനില്ല. പിന്നെന്താണ്? ബ്രാക്കറ്റ് നോക്കും. ബ്രാക്കറ്റും ഇവിടെ എവിടെയും കാണുന്നില്ല. ദെൻ അടുത്തത് ഓഫ് ഉണ്ടോ നോക്കും. ഓഫ് ദേ കിടക്കുന്നു. ഓഫ് അല്ലേ? 5 ഓഫ് 10 അല്ലേ? ഓഫിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യകളെ നോക്കുക. 5 ഓഫ് 10 ആണ് അല്ലേ? അപ്പൊ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനം എന്നാണ് അർത്ഥം. അതും പഠിച്ചു വെച്ചേക്കണം. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഓഫിന്റെ ക്രിയയാണ് ചെയ്യേണ്ടത്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ അതേപോലെ അങ്ങ് താഴത്തേക്ക് ഇടുക. 100 ഹരിക്കണം അല്ലെ? ഇതിലൊന്നും മാറ്റമില്ല. ഇവിടെ 5 ഓഫ് 10 അല്ലേ? അതായത് 5 ഗുണിക്കണം 10 എന്നാണ്. 5നെ 10 ഇട്ട് ഗുണിച്ചാൽ എത്രയായി? 50 ആയി അല്ലേ? അതങ്ങ് എഴുതി വെച്ചു. ശേഷം ബാക്കിയുള്ള ആൾക്കാരൊന്നും ചെയ്യണ്ട. അതേപോലെ അങ്ങ് എന്ത് ചെയ്യുക? എഴുതി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓഫിന്റെ ക്രിയ ചെയ്തു. അടുത്തത് എന്താണ്? ഡിവിഷൻ ആണല്ലേ? ഓഫ് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഹരണമാണ്. ഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ടോ? 2 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെയും ഹരണം കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തത് ഇത് ചെയ്യാം. ശേഷം എന്ത് ചെയ്യാം? ഇതും ചെയ്യാം. അപ്പൊ 100 ഹരിക്കണം 50 അല്ലേ? 100നെ 50 ആയിട്ട് ഹരിച്ചാൽ എത്രയാണ് വരിക അല്ലേ? 2 ആണ് അല്ലേ? 2 50 ചേർന്നാലല്ലേ 100. അപ്പൊ 100 ഹരണം 50 എന്താണ്? 2 ആണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ ഇടുക.
+4 -5 ഇൻറ്റു ബാക്കിയുള്ളത് അല്ലേ ഇവിടെ ഒരു ഹരണം കിടക്കുന്നുണ്ട് അതും കൂടി ചെയ്യണം. അതായത് 6നെ 3 ഇട്ട് ഹരിക്കണം. 6നെ 3 ഇട്ട് ഹരിച്ചാൽ എത്രയാ വരിക? 6/3 എത്രയാ വരിക? 2 ആണ് വരിക അല്ലേ? അപ്പൊ ഇതും നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഹരണം എന്നുള്ള പ്രോസസ്സും ഇവിടെ തീർന്നു. ഇനിയുള്ളത് ആരാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? ഗുണനമാണ്. ഇവിടെ എവിടെയെങ്കിലും ഗുണനം വരുന്നുണ്ടോ? ഉണ്ടല്ലേ. എവിടെ വരുന്നത്? ലാസ്റ്റ് 5 × 2 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഒന്നും ചെയ്യണ്ട, താഴത്തേക്ക് അങ്ങ് എഴുതി വെക്കുക. 2 + 4 മൈനസ് അവിടെ കൊടുക്കണോ? ശേഷം അല്ലേ 5 × 2 ആണ്. 5 × 2 എത്രയാ? 10. ഓക്കെ, അപ്പൊ -10 കിട്ടിയില്ലേ? ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഗുണനം കഴിഞ്ഞാൽ പിന്നെന്താ വരേണ്ടത്? അഡിഷൻ ആണല്ലേ, അതായത് കൂട്ടലാണ്. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ കൂട്ടിക്കൂടെ? 2 + 4 അല്ലേ? 2 + 4 എത്രയാ? 6 ആണ്. -10 അല്ലേ? അപ്പൊ 6ൽ നിന്ന് 10 കുറയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ, ഞാൻ പറഞ്ഞു രണ്ട് സംഖ്യകൾ തമ്മിലെ ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് വലിയ സംഖ്യ? 10 ആണ്. 10ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാ വരിക? 4 ആണ് വരിക. വലിയ സംഖ്യയുടെ ചിഹ്നം എന്താ? മൈനസ് ആണ്. അപ്പൊ -4 നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ 4 -4 ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്താണ് നിർഭാഗ്യവശാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉത്തരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് 4 ഒക്കെ കുത്തും. -4 ആയിരിക്കും ആൻസർ. അപ്പൊ വളരെ ശ്രദ്ധിച്ച ഒരുപാട് പ്രാക്ടീസ് ചെയ്ത്, മാത്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് പ്രാക്ടീസ് ആണ് ഏറ്റവും വലുത് അല്ലേ? മറ്റുള്ള കാര്യം പോലെ തന്നെ അല്ലെ, GK ഒക്കെ നമ്മൾ വായിച്ച് പഠിക്കുന്ന പോലെ തന്നെ മാത്സ് ഇതുപോലെ സ്പീഡിൽ എഴുതി പഠിക്കുക. ആ സമയത്തില്ലേ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യാൻ പറ്റും? നോക്കാനായിട്ട് പറ്റൂലേ? അപ്പൊ നമ്മൾ അധികം ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതേപോലെ പെട്ടെന്ന് 6 - 10 എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് 4 നമുക്ക് ആൻസറിലേക്ക് വേഗം പോകും. പക്ഷെ പെട്ടെന്ന് അവൻ ചിന്തിക്കുക അത് മൈനസ് ആയിരുന്നല്ലോ എന്ന്. അപ്പൊ കറപ്പിച്ച ശേഷമായിരിക്കും അതൊക്കെ ചിന്തിക്കുക. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ശീലിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് തരാം. അപ്പൊ എല്ലാവരും അത് ചെയ്യുക. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ 3 മന്ത് സ്റ്റഡി സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ടൈം ടേബിളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകളൊക്കെ അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ രാത്രി ഒരു ലൈവ് ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. ആ ഡിസ്കഷൻ കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഭാഗം പഠിച്ചതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ടെലഗ്രാം കൂടി ഫോളോ ചെയ്ത് പോകട്ടോ. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? ബോർഡ് മാത്സ് റൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക അല്ലേ? ഈ ഒരു അംശം അല്ലേ, ഈ അംശഭാഗത്തുള്ള ഇത് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗം ചെയ്യുക. ശേഷം മാത്രമാണ് ഇത് രണ്ടും കൂടി ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യമല്ലേ ഈ ഒരു ഭാഗത്ത് ക്രിയ ചെയ്യണമെങ്കിൽ നമ്മൾ ബോർഡ് മാത്സ് റൂൾ പ്രകാരം അല്ലേ, ഇതിൽ വെങ്കുലം ഒന്നുമില്ല, ഓഫ് ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ എന്താണ്? ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കി. ഇവിടെ ബ്രാക്കറ്റ് കിടക്കുന്നുണ്ട്. നേരെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാര്യം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വേറെ ഒന്നും നോക്കരുത്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ 3 + 3 + 3 എത്രയാണ്? 9 ആണ് അല്ലേ? 3 കൂടി കൂട്ടിയാൽ എത്രയാ? 9 ആണ്. ശേഷം ബാക്കിയുള്ള ഭാഗം എന്താ? ഹരിക്കണം 3 എന്ന് കൊടുത്തു. ദെൻ താഴെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം. 6 + 6 + 6 അല്ലേ? എത്രയാണ്? 18 ആണ് അല്ലേ? 18. ദെൻ ഹരിക്കണം 3. ഇനി എന്താ ചെയ്യേണ്ട? ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഈ മുകളിലുള്ള കാര്യം തന്നെ ആദ്യം ചെയ്യുക. 9നെ 3 ഇട്ട് ഹരിച്ചാൽ എത്രയാ? 3 അല്ലേ? 3 അല്ലേ 9. അപ്പോൾ 9നെ 3 ഇട്ട് ഹരിച്ചാൽ 3 ആണ്. താഴെ 18നെ 3 ഇട്ട് ഹരിച്ചാൽ എത്രയാ? 6 ആണല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ വേറെ ഒരു ക്രിയകളും ഇല്ലല്ലോ. ഇവരെന്ത് ചെയ്യാം? ഒന്നും കൂടി ചെറുതാക്കാം അല്ലേ? എങ്ങനെ ചെറുതാക്കാം? 1/2 കൊടുത്തൂടെ? 1/2 കൊടുത്തൂടെ അല്ലേ? അതായത് 3ൽ ഒരു പ്രാവശ്യം, 6ൽ 2 പ്രാവശ്യം. അപ്പോൾ 1/2 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതലുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, ഇവിടെ ഒന്നിൽ ബ്രാക്കറ്റും മറ്റേതിൽ ബ്രാക്കറ്റ് ഇല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്നത് എന്താണ് അല്ലേ? വേഗം അങ്ങ് 3 + 3 + 3 അല്ലേ? അങ്ങ് 3, 3, 6, 9 കൊടുത്തിട്ട് എന്താ ചെയ്യാം? പിന്നീടാണ് ഹരണം ചെയ്യുക. ഇത് വലിയ പൊട്ട തെറ്റാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മുടെ ബോർഡ് മാത്സ് റൂൾ തന്നെയാണ് എല്ലായിടത്തും എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? അതായത് ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് നോക്കിയില്ല. ഓഫ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ അടുത്തത് എന്താണ്? ഡിവിഷൻ ആണ്. അതിന് മുന്നേ വെങ്കുലം ഉണ്ടോ നോക്കണം. വെങ്കുലം ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല അല്ലേ? അപ്പം അത് നോക്കണ്ട. പിന്നെ ഡിവിഷൻ നമ്മൾ പറഞ്ഞില്ലേ? ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഇല്ല. ഓഫ് ഉണ്ടോ? അതില്ല. ഡിവിഷൻ. അത് കഴിഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ആണ്. അതായത് ഹരണമാണ്. ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ എവിടെയാ ഹരണം വരുന്നത്? 3 × 3. അപ്പൊ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്.
ഓക്കെ, അല്ലാതെ ഇത് ഇങ്ങ് കൂട്ടി പോയിട്ട് ലാസ്റ്റ് വെച്ച് ഹരണം ചെയ്യരുത്. അതിനാണ് നമ്മുടെ ബോർഡ് മാത്സ് റൂളിന് ഇത്രയും പ്രാധാന്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരുവിധം ആൾക്കാരൊക്കെ തെറ്റിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് അല്ലേ. എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് അങ്ങ് കൂട്ടി ഹരിച്ചിടാറാണ് ചെയ്യാറ്. ഇതിന്റെ ഇങ്ങനെ ചെയ്യുന്ന ആൻസറും എന്താ ഉണ്ടാവും, നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഡിവിഷൻ അല്ലേ, ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ഗുണനം, പിന്നീടാണ് അഡിഷൻ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ ഇടുക. 3+3+, പിന്നെന്താ ഇവിടെ 3 ഹരിക്കണം 3 അല്ലേ. 3നെ 3 ഇട്ട് ഹരിച്ചാൽ എന്താ, 1 ആൻസർ അല്ലേ. 3നെ 3 ഇട്ട് ഹരിച്ചാൽ എന്താ, 1. ഇനി നമ്മൾ നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അല്ലേ, നമുക്ക് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളത്തെ കാര്യം ആദ്യം ചെയ്യുക അല്ലേ. ഇവിടെ നമുക്ക് ഈ ഹരണം ചെയ്യണോ, ഇല്ലല്ലേ. കാരണം ബ്രാക്കറ്റിന്റെ ഉള്ളത്തെ കാര്യം ചെയ്ത ശേഷം മാത്രമാണ് നമ്മുടെ റൂൾ അനുസരിച്ച് പിന്നീട് ഹരണം വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെയാണ് ഡിവിഷൻ വരുന്നത്. അപ്പൊ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളത് ചെയ്ത് വെക്കുക. 3+3+3 എത്രയാ, 9 അല്ലേ. 3 6 9. ശേഷം നമ്മുടെ ഹരണ ചിഹ്നം ഇവിടെ കൊടുക്കുക അല്ലേ, ഹരണം 3. ഇനി നമുക്ക് ചെയ്യാം മുകളിലുള്ളത് അല്ലേ. 3+3+1 എത്രയാ, 7. 3 6 1 7. അടുത്തത് 9നെ 3 ഇട്ട് ഹരിച്ചാൽ എത്രയാ വരിക, 9നെ 3 ഇട്ട് ഹരിച്ചാൽ 3 അല്ലേ. 3 3 അല്ലേ 9. അപ്പൊ നമ്മുടെ ആൻസർ അല്ലേ. ഇതിന് വേറെ വെട്ടി ചെറുതാക്കാനൊന്നും ഇല്ല അല്ലേ. 7 3 ആണ്, അതിൽ ഒരു സംഖ്യയും പോവില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഇതായിരിക്കും നമ്മുടെ ആൻസർ 7/3. ക്ലിയർ അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്, പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലുള്ളതുമാണ്. അപ്പൊ നമ്മൾ ബോർഡ് മാത്സ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, പരിശീലിക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. വിങ്കുലത്തെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ. അപ്പൊ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, വേഗം അങ്ങ് എഴുതി വെക്കുക അല്ലേ. എന്താണ്, വി ബോർഡ് മാത്സ്. എന്നാ പിന്നെ തെറ്റൂല അല്ലെ. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ എഴുതി വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവിടെ തന്നെ. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നതാണ് വിങ്കുല അല്ലേ. വിങ്കുല എവിടെ ഉണ്ടോ, ഏതെങ്കിലും സംഖ്യയുടെ മുകളിൽ വരയുണ്ടോ, ഉണ്ടല്ലേ. എവിടെ വരെയാണ്, 2+3 - 2 ഇതുവരെ എന്താണ് വര വരുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ എന്താണ്, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യണം. അതിന്റെ മുന്നേ അഡീഷൻ ഉണ്ടായാലും വേണ്ടില്ല, ഓഫ് ഉണ്ടായാലും വേണ്ടില്ല, ബ്രാക്കറ്റ് ഉണ്ടായാലും ഒന്നും നിങ്ങൾ നോക്കണ്ട. വര എവിടെ വന്നോ അവിടെ ഇനി പ്ലസ് ആണോ മൈനസ് ആണോ ഒന്നും നോക്കണ്ട, ആ ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ളത് ബ്രാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ വേഗം അതങ്ങ് ചെയ്യാൻ നോക്കും. പക്ഷെ എന്താണ്, ഈ വര നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എവിടെയാണോ വര വന്നിട്ടുള്ളത് അതിന്റെ താഴെ കിടക്കുന്ന ക്രിയ, അത് എന്തുമായിക്കോട്ടെ, പ്ലസ്സോ മൈനസോ ഹരണോ എന്തുമായിക്കോട്ടെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 12 ഹരിക്കണം 4 ഓഫ്, ഇതൊക്കെ അതേപോലെ അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, എന്നാ പിന്നെ പ്രശ്നമില്ല, തെറ്റൂല. പിന്നെന്താ അല്ലേ, 2+3 - 2 അല്ലേ നമ്മുടെ റൂള് അല്ലേ. എങ്ങനെയാണ്, ആദ്യം ഇവിടെ 2+3 - 2 അല്ലേ. എന്താ ചെയ്യേണ്ടത്, 2+3 - 2 ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, അഡീഷൻ അല്ലേ. 2 3 കൂട്ടിയ 5 ആണ്. 5ന്ന് 2 കുറച്ചാൽ എത്രയാ, 5ന്ന് 2 പോയാൽ 3 അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 3. ഓക്കെ, ശേഷം ഇവിടെ എന്താ ഒരു ഗുണനചിഹ്നം ഉണ്ട്, അതങ്ങ് കൊടുക്കുക. ബാക്കി എന്താ, 2. ഓക്കെ, അപ്പൊ നമ്മുടെ വിങ്കുലം അവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ബ്രാക്കറ്റ് ഉണ്ടോ അല്ലെ, ബ്രാക്കറ്റ് എവിടെയും ഇല്ല. പിന്നെ ഓഫ് എഴുതിയിട്ടുണ്ടോ, ഉണ്ടല്ലേ. ഓഫ് എവിടെ കിടക്കുന്നത്, ഇവിടെ ഓഫ് കിടക്കുന്നുണ്ടല്ലേ. ഓഫിന്റെ ഇപ്പുറത്താരാ, 4 ഉണ്ട്, ഇപ്പുറത്ത് 3 ഉണ്ട്. അപ്പൊ 12 ഹരിക്കണം 4 ഇൻറ്റു അല്ലേ. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റു അല്ലേ, ഗുണനമാണ്. അപ്പൊ 4 × 3 എത്രയാ, 12. ഓക്കെ, അടുത്തത് എന്താ, ഇവിടെ ബാക്കിയുള്ളത് അതേപോലെ എഴുതുക, × 2. അപ്പൊ ഇവിടെ എന്ത് കിട്ടി നമുക്ക്, 12 ഹരിക്കണം 12 × 2 കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ ഓഫ് എന്നൊരു ഭാഗം കൂടി ചെയ്ത് തീർത്തു. അടുത്തത് ഡിവിഷൻ ആണല്ലേ. ഡിവിഷൻ ഉണ്ടോ ഇവിടെ, ഉണ്ടല്ലേ. ആദ്യം തന്നെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. 12 ഹരിക്കണം 12 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 12നെ 12 കൊണ്ട് ഹരിച്ചാൽ എത്രയാ വരിക, 1. ദെൻ അടുത്തത് എന്താണ്, × 2 അല്ലേ. അതേപോലെ കൊടുക്കുക. നമ്മുടെ ആൻസർ എത്രയായി, 1 × 2 എത്രയാ, 2. കിട്ടിയില്ലേ, സിമ്പിൾ അല്ലേ. ഇങ്ങനെ റൂൾ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ആ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം, ചെയ്തു പോകണം. പല ആൾക്കാർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ് എന്തായാലേ, ഇതൊന്നും ഓർഡർ അനുസരിച്ചിട്ടല്ല. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങ് എന്ത് ചെയ്യും, അവസാനിച്ച് പോകും. പലപ്പോഴും അതിന്റെ ആൻസർ ഉണ്ടാവും എന്തിലോ, നമ്മുടെ ഓപ്ഷനിൽ. അപ്പൊ അങ്ങനെ ഉത്തരം തെറ്റാറുണ്ട്. ഇവിടെ ഈ ഒരു റൂൾ അനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഷുവർ ആണ്. ഇനി അത് എങ്ങനെ എത്ര വലിയ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാലോ എന്താണ്, നമുക്ക് പേടിക്കേണ്ടല്ലേ. നമ്മുടെ കയ്യിൽ റൂൾ ഉണ്ട്. ആ റൂൾ വെച്ചിട്ട് നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ മറ്റുള്ള സബ്ജക്ട് പോലെയല്ല, അവർ എന്താണോ കൃത്യമായിട്ട് ടോപ്പിക് തന്നിട്ടുള്ളത് അതൊന്നൊരു ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം,
ബോർഡ് മാത്സുമായി ബന്ധപ്പെട്ടുള്ള കണക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സായിട്ട് കാണുന്നവരെ ഓക്കെ, താങ്ക്